ഹായ് ഡിയേഴ്സ്, ഞാനിവിടെ UAEയിൽ ഒരു ടീച്ചറാണ്. ഓക്കെ, ഒരു ബ്രിട്ടീഷ് സ്കൂളിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ ഹസ്ബൻഡുണ്ട്, ഇപ്പോൾ മദർ ഇൻ ലോ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേബി ഉണ്ടായിട്ടുണ്ട്. മൂത്ത ആൾക്ക് 6 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഇനാര എന്നാട്ടോ പേര്. രണ്ടാമത്തെ ആൾ ഇപ്പോൾ ഉണ്ടായി 2 മാസമായിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവളുടെ വാക്സിനേഷന് വേണ്ടിയിട്ടാണ്. UAEയിൽ ഇപ്പോൾ വാക്സിനേഷനൊക്കെ എടുക്കണമെങ്കിൽ UAE പാസ് വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ കിട്ടുന്നതോ ഇതുപോലെയുള്ള വളരെ റൂറൽ ഏരിയയിലായിരിക്കും. സോ ഹത്തയിലാണ് എനിക്ക് കിട്ടിയത്. ഹത്തയിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്ത ശേഷം നേരെ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ഹാങ്ങിങ് ഗാർഡനിലേക്കാണ് കേട്ടോ. എന്ത് രസമാണല്ലേ ഹാങ്ങിങ് ഗാർഡൻ കാണാനായിട്ട്. നാളെ ഇപ്പോൾ മെറ്റേണിറ്റി ലീവ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ ജോയിൻ ചെയ്യണം. 60 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അതിന് മുന്നേ ഇതൊരു മാൻഡേറ്ററി ട്രിപ്പും കൂടിയാണ് കേട്ടോ. വാക്സിനേഷൻ എടുത്തതാണെങ്കിൽ കൂടി നമ്മൾ കുറച്ചൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. കുഞ്ഞിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. സോ നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോസും അതുപോലെ വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. ഫാമിലി ട്രിപ്പും കൂടിയായിരുന്നു. അതായത് നമ്മുടെ ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇക്കാക്കാൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങാനൊക്കെ പോയി. ഉമ്മച്ചി ഇങ്ങോട്ടേക്ക് വന്നിട്ട് എങ്ങോട്ടും കറങ്ങാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് 2 ടൈംസ് വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കണ്ടതാണ്. ബട്ട് സ്റ്റിൽ ഈ വട്ടം വന്നപ്പോൾ എവിടെയും പോയില്ല. സോ കുറച്ച് ഏരിയാസൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹാങ്ങിങ് ഗാർഡനിൽ നിന്ന് പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് പോയത് വേറെ എങ്ങോട്ടുമല്ല, ഈ കാണുന്ന അംബ്രല്ല ബീച്ചിലേക്കാണ് കേട്ടോ. നമ്മളങ്ങനെ അംബ്രല്ല ബീച്ചിൽ കൂടി കുറച്ചൊക്കെ ഇങ്ങനെ നടന്നു. ഉമ്മച്ചിയും ഇന്നൂസും അതുപോലെ ഇക്കാക്കാൻ്റെ ബ്രദറും കൂടി ബീച്ചിലൊക്കെ ഇറങ്ങി കളിക്കുമായിരുന്നു. കുറച്ച് നേരം ഫീഡൊക്കെ ചെയ്ത ശേഷം ഞാനും ഇക്കാക്കയും മറ്റൊരു ഭാഗത്തേക്കാണ് നടന്നത്. ഇവർ തപ്പി നടന്നതാണ്, പക്ഷെ നമ്മൾ പോയത് വേറൊരു അറ്റത്തേക്കായിരുന്നു കേട്ടോ. സോ ഇവിടെ സൺസെറ്റ് ആവാറായി, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ ഒരു പ്ലേസ് കാണാനായിട്ട് തന്നെ. ഇവിടുത്തെ ബീച്ചും നല്ലതാണ്, പക്ഷേ ഇവിടെ ഈ ഒരു മണ്ണിനൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ വരുന്നത്, അതായത് മണലിന്. സോ അങ്ങനെ അധികം ആരും അവിടെ ഇറങ്ങി കാണുന്നില്ല. നമ്മുടെ ദേഹത്തൊക്കെ നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു മഡ് ആവും, അതുകൊണ്ടിട്ടാണ്. ഇവിടെ കുറച്ച് നേരം ഈ ഒരു ഈ ഗ്രാസിൻ്റെ ഏരിയയിൽ കൂടി നടന്ന ശേഷം ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് ടച്ചിൽ, അതായത് ഒരു ബ്രിട്ടീഷ് ടച്ചിലൊക്കെയുള്ള ബിൽഡിങ്സാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഏരിയ ആണ് കേട്ടോ. UAEയിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയ പോലെ ഉണ്ടാവും. പിന്നെ സന്ധ്യാസമയം ആയതുകൊണ്ട് ഫൗണ്ടെയിനൊക്കെ വർക്ക് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഈ വെള്ളം കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, എസ്പെഷ്യലി നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത്. നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ വലിയൊരു പാടമാണ് കേട്ടോ. ആ പാടത്തിങ്ങനെ പാടത്തേക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പമ്പുണ്ടല്ലോ, അങ്ങനെ വാട്ടർ പമ്പ് ചെയ്യുമ്പോഴേക്കും അതിൽ നിന്ന് കളിക്കുന്നതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഫൗണ്ടെയിൻ കാണുമ്പോൾ. കാരണം ഈ ഫൗണ്ടെയിനേക്കാളും വലിയൊരു വെള്ളച്ചാട്ടം പോലെയാണ് മോട്ടർ അടിക്കുമ്പോൾ ഇങ്ങനെ പാടത്തേക്ക് വെള്ളം ഇങ്ങനെ ചാടുമ്പോൾ ഒരു ഷേപ്പിൽ വരുന്നത്. സോ അതിലൊക്കെ നിന്ന് കളിച്ചിട്ടുള്ള നമുക്ക് ഈ ഒരു വാട്ടർഫോൾ എന്താണല്ലേ. സോ ദേ ഇതിലിങ്ങനെ പോകുന്ന വഴിക്ക് ഈ UAE തന്നെ ഏറ്റവും വലിയ പുകയ്ക്കുന്ന ഒരു സ്റ്റാച്ചു ഇതാണ് കേട്ടോ. നല്ല ഫ്യൂംസൊക്കെ വരുന്നുണ്ട്, ഊതൊക്കെയാണ് പുകയ്ക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ആ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഞാൻ ഇതുപോലെ ലെറ്റ്സ് റൈറ്റ് അവർ സക്സസ് സ്റ്റോറി ടുഗെദർ എന്നൊരു കോട്ട് എഴുതി. സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് അടുക്കിപ്പറക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഈ ട്രെയിൽ അടുക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ദേ സ്കൂളിൽ പോവാണ്. ഇന്ന് കുറേ നാളിപ്പോൾ തന്നെയല്ലേ പോയത്, ഇന്നിപ്പോൾ ഞാനും ഉണ്ട്. നഴ്സിംഗ് ബ്രേക്ക് അലൗഡ് ആയതുകൊണ്ടിട്ട് 1 അവർ നേരത്തെ തന്നെ നമുക്ക് വീട്ടിൽ പോകാം. സോ ഐ എം ടേക്കിംഗ് ടാക്സി, ഈതർ കാർ ടാക്സി അല്ലെങ്കിൽ നമ്മുടെ കരീം ആപ്പ് ഉണ്ടല്ലോ UAEയിലെ, അതിൽ ബുക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെ തിരിച്ചു പോരും. ഇപ്പോൾ കുറേ നാളായിട്ട് ഇന്ന് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് സ്കൂളിലേക്ക്. സോ ഷീ ഈസ് ഗെറ്റിംഗ് ബോർഡ്. അവൾ 3 വയസ്സുള്ള സമയത്ത് തൊട്ട് FS1 ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നത് കൊണ്ടിട്ട് അവൾക്ക് തനിയെ സ്കൂളിൽ പോകാൻ ഇച്ചിരി മടിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ആകുമ്പോഴേക്കും ഇതുപോലെ കിടന്ന് ഉറങ്ങാം, അവിടെ വരുമ്പോൾ എണീറ്റ് സ്കൂളിൽ പോവാം. തിരിച്ചാണെങ്കിലും ഒരു കമ്പനി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഇറ്റ്സ് ഡിഫിക്കൽട്ട് പാർട്ട് ഈസ് ദിസ് വൺ. ഇവരെ ഈ ഒരു ചെറിയ കുഞ്ഞിനെ ഇട്ടിട്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ വർക്ക് ലൈഫും അതുപോലെ ഫാമിലി ലൈഫും നമുക്ക് ഒരുപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമല്ലോ. നമ്മളുടേതായിട്ടുള്ള ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിലും നമുക്കാർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ മണി ഉണ്ടായിരിക്കണം. സോ
മോസ്റ്റ്ലി എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു സേ വി ആർ സപ്പോർട്ടിങ് ദം റൈറ്റ്. സോ ജോബ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. പിന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു മദേഴ്സ് ഗിൽറ്റ് ഉണ്ടാവും. പുതിയ ഇയറിംഗ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. സ്കൂളിൽ പോയി തിരിച്ചു വന്നത് നേരെ ആസ്റ്റർ കിസേഴ്സിലോട്ടാണ്. റീസെൻ്റ്ലി എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഡൈവർട്ടിക്കുലൈറ്റിസ് എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഡൈവർട്ടിക്കുലൈറ്റിസ് എന്നുള്ള പേര് തന്നെ കേൾക്കുന്നത് അപ്പോഴാണ് കേട്ടോ. ഈ ചെറിയ കുടലിൽ നിന്ന് വൻകുടലിലേക്ക് പോകുമ്പോൾ ആ ഒരു ഇടയ്ക്ക് ഒരു വാൽവുണ്ട്. ആ ഒരു ഭിത്തി കുറച്ചങ്ങോട്ട് തിക്നെസ് കുറഞ്ഞ് പൊട്ടാറാവുന്ന ഒരവസ്ഥ പോലെ ആയിട്ടുണ്ടായിരുന്നു ഇൻഫെക്ഷൻ കാരണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആസ്റ്ററിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് അതിനടുത്തുള്ള മദീന മാളിൽ കയറിയിട്ടുണ്ട്. അതായത് സ്കൂളിൽ പോകുമ്പോഴേക്കും ഒരു ബാഗ് വേണമല്ലോ, അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറിയത്. എല്ലായിടത്തും നോക്കിയിട്ടും എനിക്കിഷ്ടപ്പെട്ട ബാഗ്സ് ഒന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ തളരാൻ പാടില്ലല്ലോ. മാക്സിമം സ്റ്റോഴ്സിൽ നമ്മൾ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. അടിപൊളി സ്റ്റോറുകളുണ്ട് കേട്ടോ മദീന മാളിൻ്റെ ഉള്ളിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ഭയങ്കര എമൗണ്ട് ആയിരിക്കും നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ്സിനൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ബാഗ് കിട്ടില്ല. സോ അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോകുന്നുണ്ട്, എല്ലായിടത്തും നോക്കി. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് നമ്മുടെ മൊബൈലിൽ ലുലുവിലോ ഷാർജയിലോ ഒക്കെ തന്നെയായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ബാഗ് കിട്ടാൻ പോകുന്നത് എന്ന്. സോ ഇതിലെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിക്കാം എന്ന് വിചാരിച്ചു. ഇത് നൈറ്റ് ആവാറായി കേട്ടോ. അപ്പം നൈറ്റ് ആവാറായെന്നല്ല, നൈറ്റായി. നമ്മുടെ നൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 10, 11, 12 മണിയൊക്കെയാണ്. പക്ഷേ ഇവിടെ UAE-യിൽ സ്കൂളിൽ പോകുന്നത് 6 ആകുമ്പോൾ പോകണം കേട്ടോ. ഒരു വഴിയില്ല. അത് മാത്രമാണ് ഒരു ഡിഫിക്കൽട്ട് പാർട്ട്. നാട്ടിലാണെങ്കിൽ 8 മണിക്കൊക്കെ പോയാൽ മതിയല്ലോ. ഇതെന്ന് പറയുമ്പോൾ 6 കഴിയുമ്പോഴേക്കും ഇറങ്ങണം. വളരെ ഡിഫിക്കൽട്ടാണ്. നേരത്തെ വരാം, പക്ഷേ അങ്ങനെ. അപ്പോൾ ബാഗ് അവസാനം കിട്ടി. ഇത് പിറ്റേ ദിവസം ഞാനപ്പോൾ ബാഗൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോവാണ്. നമ്മുടെ ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ള ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാഗ് അത്യാവശ്യം നല്ല ബാഗ് തന്നെയാണ്. അത്യാവശ്യം നല്ല റേറ്റിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സഫാരി മാളിൽ നിന്നാണ് കേട്ടോ ഇത് കിട്ടിയത്. സോ ഇതിൻ്റെ സൈഡിൽ എന്താ പറയുക, നല്ലൊരു ഒരു പൗച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തൊരു സീക്രട്ട് അറയുണ്ട്, കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയോ? ഇതിൻ്റെ അകത്തൊരു സാധനം ഉണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ നത്തിങ് എൽസ്, ഒരു അംബ്രല്ലയായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ അംബ്രല്ല. സോ ഇത് ഫസ്റ്റ് ടൈമാണ് ബാഗിൻ്റെ കൂടെ എനിക്കൊരു അംബ്രല്ലയും അതുപോലെ ഇങ്ങനെ ഒരു സീക്രട്ട് പൗച്ചും ഒക്കെ ഞാൻ കാണുന്നത്. സോ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സ് ഡേ ഒക്കെ ആവാറായിട്ടുണ്ട്. പിന്നെ കുറേ നാൾ കൂടി സ്കൂളിലേക്ക് പോവല്ലേ. ഓൾറെഡി ബ്രിട്ടീഷ് കരിക്കുലത്തിൻ്റെ അക്കാഡമിക് ഇയർ 1 മന്ത് കഴിഞ്ഞു കേട്ടോ തുടങ്ങിയിട്ട്. സോ 1 മന്തിന് ശേഷം പോകുന്നതുകൊണ്ട് ഒരെത്തും പിടിയില്ല ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് പോവാണ്. നമ്മുടെ സ്കൂൾ വരുന്നത് സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ അജുമാൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഈ ഇടത്ത് ഈ ഒരു സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ബ്ലോക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ താഴത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുള്ള കുറച്ച് ക്ലോത്ത്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഇതാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനും ഇതുപോലെ ചെറിയ കൈ വെച്ചിട്ടാണ് എടുത്തത്. പുറത്ത് പോകുന്ന സമയത്ത് നമുക്കപ്പോൾ ഇന്നേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ഇട്ടിട്ട് പോകാം. സ്കൂളിൽ പോകുന്ന സമയത്ത് കോട്ട് എന്തായാലും ഇടണമല്ലോ. കോട്ട് ഇടുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കൂടി കോട്ട് ഇട്ടിട്ടും പോകാം. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഹാൻഡ്സ് വെച്ചിട്ട്, അതായത് സ്ലീവ്സ് വെച്ചിട്ട് ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതും അങ്ങനെ തന്നെയാണ് വരുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് ഡിസൈനാണ്. ഇതെല്ലാം ഞാൻ റോളയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പം റോളയിലാണെങ്കിൽ കുറച്ച് റേറ്റിന് തന്നെ നമുക്ക് തുണിയൊക്കെ കിട്ടും. ഇത് ചൈനീസ് ലേസാണ് ഞാൻ എടുത്തത്. നല്ല അടിപൊളി ചൈനീസ് ലേസാണ്. സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചി മറന്നു പോയി വെക്കാനായിട്ട്. ഞാൻ ഓർത്തു വേറെ ഏതെങ്കിലും ക്ലോത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഈ ചൈനീസ് ലേസ് എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോവോ എടുക്കുകയൊന്നുമില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡ്രസ്സൊക്കെ തയ്ക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ എടുത്തോളൂ. റോളയിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ കിട്ടാനുണ്ട്. ആ ഒരു എന്താ പറയുക, നമ്മുടെ അബായൊക്കെ കിട്ടുന്ന സ്ട്രീറ്റ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇനി കുറച്ച് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നൂസിൻ്റെ പ്രൊജക്റ്റാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ള ഐഡിയാസൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ കുറച്ച് വർക്കൊക്കെ ഉണ്ട്. വർക്കൊക്കെ കിട്ടിയല്ലോ സ്കൂളിൽ പോയി തുടങ്ങിയത് കൊണ്ടിട്ട്. സോ ഹാവ് ടു വർക്ക് ഹിയർ. പിന്നെ കുഞ്ഞിൻ്റെ പാല് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് പോകും. ഇടയ്ക്ക് നാനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നാൻ തന്നെ വയറിന് പ്രശ്നമുള്ള കുട്ടികൾക്ക്
കോളിക് എന്താ പറയുക, കോളിക്കിൻ്റെ ഓക്കെ ആയിട്ടുള്ള കംഫോർട്ടുണ്ട്, നാൻ കംഫോർട്ട്. അപ്പോൾ അതാണ് വാങ്ങി കൊടുക്കുന്നത്, അതും കൊടുക്കും ഇടയ്ക്ക്. പിന്നെ പാലും കൊടുക്കും, ഞാനുള്ള സമയത്തൊക്കെ മാക്സിമം പാലും. ഇന്ന് സാറ്റർഡേ ആണ്. അങ്ങനെയാണ് സോ ഇപ്പോൾ ലൈഫ് പോകുന്നത്. ഔട്ട് സൈഡിൽ പോവാണ്, ജസ്റ്റ് ഫോർ എ സ്മോൾ ഷോപ്പിംഗ്, ഗ്രോസറീസ്, പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട്. ടീച്ചേഴ്സ് ഡേയിൽ ഗിഫ്റ്റ് വാങ്ങാനായിട്ടും കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി. ഇന്നൊരു 1 ദിർഹംസ് ഇട്ടിട്ടുള്ള ഒരു ഇതില്ലേ, എന്താ പറയുക, ഒരു മെഷീൻ, അതിൽ നിന്ന് കിട്ടിയ സാധനമായിരുന്നു കേട്ടോ ഇത്. നല്ല രസമുണ്ട് പാണ്ഡെ കാണാനായിട്ട്. പിന്നെ കുറച്ചധികം സാധനങ്ങളുണ്ടായിരുന്നു, അതുപോലത്തെ സ്പാച്ചുലാസും പിന്നെ ഒരു കുക്കിംഗ് വെയറിൻ്റെ സെറ്റ് വാങ്ങണമായിരുന്നു. ഇപ്പം നല്ല ഓഫറുണ്ട് കേട്ടോ സഫാരിയിൽ. 199 ദിർഹംസിന് ഈ ഒരു സെറ്റ് കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്, റോയൽ ഫോർട്ടിൻ്റെ. അപ്പോൾ അത് വാങ്ങി. പിന്നെ മിക്സി വാങ്ങണമായിരുന്നു. പിന്നെ അത് ഇതുപോലെ ഹോട്ട് ആൻഡ് കോൾഡിൻ്റെ ഒരു ബാഗ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ചായയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ ചെരുവ എടുത്തിട്ടുണ്ട്. സാമൺ ഫിഷ് എൻ്റെ ഫേവറേറ്റ് ആണ്. ബട്ടറിൽ ജസ്റ്റ് ഉപ്പും പെപ്പർ പൗഡറും ഇട്ട് പൊരിച്ചെടുത്താൽ സൂപ്പറാണ്. വളരെ ഹെൽത്തിയാണ്, കുറേ വൈറ്റമിൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. പിന്നെ ഇവിടെ ക്രാബ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു, കുറേ അധികം ഫിഷസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ലൈവ് ഫിഷസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ്. സോ ഇത് അവൈലബിൾ ആണ് സഫാരിയിൽ. പിന്നെ ഇതേപോലെ തേങ്ങയുണ്ട്. ഇതിപ്പോൾ വീക്കെൻഡിൽ മാൻഡേറ്ററി ഷോപ്പിംഗ് ആണ് കേട്ടോ. ഡേറ്റ് സിറപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സഫാരിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇതേപോലത്തെ പിസ്സ വാങ്ങാൻ കിട്ടും, ചെറിയ പിസ്സ. വിശന്ന് പൊരിയുന്നുണ്ടായിരുന്നു. സോ നമ്മൾ പിസ്സയും ഒരു സ്പ്രൈറ്റും. പിന്നെ ഒരു സിൽവർ കടയിൽ കയറിയിട്ടുണ്ട്, സഫാരി തന്നെയുള്ളതാണ്. സോ ഞാൻ വിചാരിച്ചു, കുറേ നാളായിട്ട് വിചാരിക്കുന്നു കേട്ടോ, ഇയറിങ് അതുപോലെ തന്നെ റിങ് ഒക്കെ സിൽവറിൻ്റെ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൊതിയുടെ പേരിൽ കയറിയതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു റിങ് അതുപോലെ തന്നെ ഇയറിങ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള റിങ് കേട്ടോ. പെട്ടെന്നൊന്നും കളറൊന്നും പോകത്തില്ല ഈ ഇവിടുത്തെ സിൽവറിൻ്റെ. പിന്നെ ഇനി കളർ പോയാൽ തന്നെ അവിടെ പോയി പോളിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ അതുകൊണ്ടിട്ട് ഇത് സ്റ്റോൺ വർക്കുള്ള ഇങ്ങനത്തെ വാങ്ങിച്ചു. പിന്നെ ഒരു ആംഗ്ലറ്റ്സും വാങ്ങിച്ചിട്ടുണ്ട്. നൈസ് വൺ, മെഷീൻ കട്ടിൻ്റെ ഗോൾഡ് ടൈപ്പിലെ അതുപോലത്തെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഡേ ടു ഡേ പോലത്തെ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഐറ്റംസ് സ്കൂളിലേക്ക് വാങ്ങാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ കളർ പെൻ, അത് വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. പിന്നെ ക്രയോൺസ് ഇന്നൊന്ന് എനിക്കും, സ്കെച്ച് പെൻ ഇന്നൊന്ന് എനിക്ക്, പിന്നെ സ്റ്റാമ്പ്സ് ഇന്നൊന്ന്, കുറച്ച് കളറിങ് ബുക്സ് വാങ്ങണമായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്ഷനിൽ പോയി വാങ്ങിച്ചു. ഇവിടെ ആകുമ്പോഴേക്കും ഭയങ്കര വിലക്കുറവുണ്ടായിരിക്കും കമ്പയറിങ് ടു സഫാരി ഓർ ലുലു. സോ ബെറ്റർ ടു ബൈ ഫ്രം ഹിയർ. പിന്നെ ഇന്നോസിന് ഇതുപോലത്തെ ഒരു കുഞ്ഞ് ബാഗ് വേണമെന്ന് പറഞ്ഞു, അവളുടെ സാധനങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ അവളുടെ ആഗ്രഹമല്ലേ, അതും വാങ്ങിച്ചു കൊടുത്തു. നേരെ പാതിരാത്രിയിൽ പച്ചമുളക് റെസ്റ്റോറൻറ്റ് അജ്മാനിൽ ചെന്ന് കയറി. അവിടെ നല്ല അത്യാവശ്യം അടിപൊളി ടേസ്റ്റി ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ്റെ കാല്. ഓക്കെ, അതിൻ്റെ കറിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. പിന്നെ പുട്ടും അത് രാത്രി കഴിച്ചു. പിന്നെ സഫാരിയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇത് ഹ്യൂമിഡിഫയർ ആണ് കേട്ടോ. നമ്മളിതുപോലെ ഫ്ലാറ്റ് ലൈഫ് ഒക്കെ ആണെങ്കിൽ, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹ്യൂമിഡിഫയർ വാങ്ങി വയ്ക്കാം. ബിക്കോസ് ഡ്രൈ എയർ അവർ ശ്വസിക്കുമ്പോൾ കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഹ്യൂമിഡിഫയർ ഈസ് എസെൻഷ്യൽ. പിന്നെ ഇന്നൊരു സ്കിച്ചും ഇതൊരു ഐറ്റം വാങ്ങിച്ചു. ഇനി കുറച്ച് നേരം കാമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇതെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. സോ വി ഹാവ് ടു സ്റ്റിക്ക് സം ഓഫ് ദ ബട്ടൺസ് അവർ തരും, അത്. പിന്നെ സ്ലൈൻസ് വാങ്ങിച്ചു. അത് ഇച്ചിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഇച്ചിക്കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇതേപോലത്തെ സ്ക്രഞ്ചീസ്, കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നും അവളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇതുപോലെ കാർഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് പേപ്പറിൽ. സോ അതിൻ്റെ കൂടെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനാണ് ഈ ഒരു സ്ക്രഞ്ചീസും അതുപോലെ തന്നെ കുഞ്ഞി കുഞ്ഞി ക്ലിപ്സും. അപ്പോൾ അത് അവൾ എടുത്ത് എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം വയ്ക്കുന്നുണ്ട് നാളത്തേക്ക്. നമ്മുടെ വീക്കെൻഡ് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ ടുമോറോ വി ഹാവ് ടു ഗോ സ്കൂൾ. എല്ലാം റെഡിയാക്കി നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. അടുത്ത വീക്കെൻഡിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നെക്സ്റ്റ് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തീർച്ചയായിട്ടും കോമെൻറ്റ് ചെയ്താൽ മതി. സോ ഐ വിൽ മേക്ക് ദാറ്റ് കൈൻഡ് ഓഫ് കണ്ടൻസ്. അപ്പോൾ ഇതുപോലത്തെ ലൈഫ് വ്ലോഗ്സ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു
ഐഡിയ കുറച്ച് കുറവാണ്. ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് സം വീഡിയോസ്. ഐ ലവ് ടു ക്രിയേറ്റ് കോണ്ടന്റ്. സോ പ്ലീസ് ഹെൽപ്പ് മീ ടു ചൂസ് വൺ നെക്സ്റ്റ്, like, subject. Thank you so much. See you again.